പ്ലസ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. UAE-യിൽ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് അവധിയെടുക്കുന്നതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും അവധി അപേക്ഷകളും ഓൺലൈനായി സാക്ഷ്യപ്പെടുത്താം. നടപടികൾ ലഘൂകരിച്ച് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം. ഷാർജ എമിറേറ്റ്സിലെ സ്വകാര്യ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം വിലയിരുത്താൻ ഇത്കാൻ പദ്ധതിയുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തുവിട്ടു. ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി നിരീക്ഷിച്ചത് 86 സ്കൂളുകളുടെ പ്രവർത്തനം. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ കേന്ദ്രത്തിന്റെ അനുമതി തേടാൻ സംസ്ഥാന സർക്കാർ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. നിയമനിർമ്മാണത്തിനുള്ള തുടർ നടപടികൾക്ക് വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തികകൾ അനുവദിക്കാനും മന്ത്രിസഭാ തീരുമാനം. PV അൻവറിന് വഴങ്ങാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. അനുനയ നീക്കം നടത്താതെ KC വേണുഗോപാൽ. പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രാദേശിക നേതൃത്വമെന്നും കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും KC വേണുഗോപാൽ. അൻവറിന്റെ UDF പ്രവേശനം നീളും. BDJS മത്സരിക്കുന്ന കാര്യം NDA യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഗാസയിലെ ഹമാസ് മേധാവി മുഹമ്മദ് സിൻവാറിനെ വധിച്ചെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കൊല്ലപ്പെട്ടത് ഭീകരപ്പട്ടികയിലെ ആദ്യ പേരുകാരൻ. മെയ് 13 നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന്റെ കൂട്ടാളികളടക്കം കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണം. UAE-യിൽ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് അവധിയെടുക്കുന്നതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും അവധി അപേക്ഷകളും ഓൺലൈനായി സാക്ഷ്യപ്പെടുത്താം. ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. UAE ഗവൺമെന്റിന്റെ സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് മെഡിക്കൽ ലീവിനുള്ള നടപടികളും ലഘൂകരിച്ചത്. പേപ്പർ വർക്കുകൾ കുറയ്ക്കുക, അപേക്ഷകളിന്മേലുള്ള നടപടികൾ വേഗത്തിലാക്കുക, കൃത്യതയോടെ കൂടുതൽ ഫലപ്രദമായി അപേക്ഷകളിന്മേൽ നടപടികൾ എടുക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് UAE സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാം നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ലീവ് അപേക്ഷകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായി സാക്ഷ്യപ്പെടുത്താൻ സൗകര്യമൊരുക്കിയത്. 5 ദിവസം വരെയുള്ള സിക്ക് ലീവ് ആപ്ലിക്കേഷനുകൾ ഇതോടെ അപേക്ഷിച്ച ഉടനെ തന്നെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. UAE പാസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ നടപടികൾ പൂർത്തിയാക്കാം. 50 ദിർഹമാണ് അപേക്ഷാ ഫീസ്. ഷാർജ ഉൾപ്പെടെ വടക്കൻ എമിറേറ്റുകളിൽ നിന്നുമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അതാത് ആശുപത്രികളാകും സാക്ഷ്യപ്പെടുത്തുക. 5 ദിവസത്തിൽ കൂടുതൽ 1 മാസം വരെയുള്ള മെഡിക്കൽ ലീവ് ആപ്ലിക്കേഷനുകൾ ചികിത്സിച്ച ആശുപത്രികൾ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം അതാത് എമിറേറ്റുകളിലെ മെഡിക്കൽ സബ് കമ്മിറ്റികളുടെ തീരുമാനത്തിന് കൈമാറും. 1 മാസത്തിനുള്ളിൽ അപേക്ഷകളിന്മേലുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്യും. 1 മാസത്തിന് മുകളിലുള്ള മെഡിക്കൽ ലീവ് ആപ്ലിക്കേഷനുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനായി കൈമാറും. അംഗീകാരമുള്ള ആശുപത്രികളിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നുമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കണമെന്നും സർട്ടിഫിക്കറ്റ് ലഭിച്ച് 1 മാസത്തിനകം സാക്ഷ്യപ്പെടുത്തലിനായി സമർപ്പിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള മെഡിക്കൽ രേഖകൾ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചതിന് ശേഷം ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറുകയും പിന്നീട് മെഡിക്കൽ കമ്മിറ്റി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സാക്ഷ്യപ്പെടുത്തുകയുള്ളൂ. അമൃത ന്യൂസ്, ദുബായ്. ഷാർജ എമിറേറ്റിലെ സ്വകാര്യ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം വിലയിരുത്തുന്നതിനായുള്ള ഇത്കാൻ പദ്ധതിയുടെ ഭാഗമായുള്ള പരിശോധനാ ഫലങ്ങൾ ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി പുറത്തുവിട്ടു. എമിറേറ്റിലെ 86 സ്കൂളുകളുടെ പ്രവർത്തനമാണ് സമഗ്രമായി നിരീക്ഷിച്ചത്. ഷാർജ എമിറേറ്റിലെ സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തന നിലവാരം വിലയിരുത്തുന്നതിനായാണ് ഷാർജ പ്രൈവറ്റ് സ്കൂൾ അതോറിറ്റി ഇത്കാൻ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരമുള്ള സമഗ്ര പരിശോധനയിൽ 5 സ്കൂളുകൾക്ക് വളരെ നല്ലത്, 53 സ്കൂളുകൾക്ക് നല്ലത്, 28 സ്കൂളുകൾക്ക് സ്വീകാര്യമായത് എന്നിങ്ങനെ റേറ്റിംഗ് ലഭിച്ചു. മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന രീതിയിലുള്ള റേറ്റിംഗുകൾ ഒരു സ്കൂളിനും ലഭിച്ചില്ല. 2018 7 സ്കൂളുകൾക്ക് മാത്രമേ നല്ലത് എന്ന റേറ്റിംഗ് ലഭിച്ചിരുന്നുള്ളൂ. 2025 മൂല്യനിർണ്ണയത്തിൽ 79 സ്കൂളുകൾ ഗുഡ് റേറ്റിംഗിലും 14 സ്കൂളുകൾ വെരി ഗുഡ് റേറ്റിംഗിലുമാണ് എത്തിയിരിക്കുന്നത്. എമിറേറ്റിലെ 86 സ്കൂളുകളുടെ പ്രവർത്തനമാണ് സമഗ്രമായി നിരീക്ഷിച്ചത്. ക്ലാസ് റൂം നിരീക്ഷണങ്ങൾ, ഡോക്യുമെന്റ് അവലോകനങ്ങൾ, പ്രവർത്തന പങ്കാളിത്തം, പങ്കാളി മീറ്റിംഗുകൾ എന്നിവയുൾപ്പെടെ 10 പാഠ്യപദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്ന സ്കൂളുകളിലാണ് ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തിയത്. 40,838 രക്ഷിതാക്കളിൽ നിന്നും 44,810 വിദ്യാർത്ഥികളിൽ നിന്നും 5,698 അധ്യാപകരിൽ നിന്നും സർവേക്കായി വിവരങ്ങൾ ശേഖരിച്ചു. ഷാർജയിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഇത്കാൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമൃത ന്യൂസ്, ഷാർജ.
UAE-യിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലാ ജീവനക്കാർക്ക് 4 ദിവസം വരെ അവധി ലഭിക്കും. അറഫ ദിനമായ ജൂൺ 5 മുതൽ 8-ാം തീയതി വരെയാണ് അവധി. ബലിപെരുന്നാൾ ദിനം ഉൾപ്പെടെ 4 ദിവസമാണ് പൊതുമേഖലാ ജീവനക്കാർക്ക് അവധി. UAE-യിൽ പൊതുമേഖലാ, സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ അവധി ദിനങ്ങൾ ഏകീകരിച്ചിട്ടുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെയും പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാടും നയങ്ങളും വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘം സൗദി അറേബ്യയിലെത്തി. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന സംഘമാണ് റിയാദിലെത്തിയത്. വിമാനത്താവളത്തിൽ സൗദി ഷൂറ കൗൺസിലിലെ സൗദി ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് കമ്മിറ്റി ചെയർമാൻ മേജർ ജനറൽ അബ്ദുൾ റഹ്മാൻ അൽ ഹർബി സംഘത്തെ വരവേറ്റു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ അബു മാത്തൻ ജോർജും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. റിയാദിൽ സൗദി രാഷ്ട്രീയ നേതൃത്വങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ചിന്തകരും ബിസിനസ് മാധ്യമ പ്രതിനിധികളുമായി സംഘം ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടത്തും. നാളെ വൈകിട്ട് 6 മുതൽ 7 വരെ റിയാദിലെ ഇന്ത്യൻ എംബസി മൾട്ടി പർപ്പസ് ഹാളിൽ പ്രവാസി ഇന്ത്യക്കാരും മാധ്യമ പ്രതിനിധികളുമായും മുഖാമുഖം പരിപാടിയും സംഘം നടത്തും. PV അൻവറിന് വഴങ്ങാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. PV അൻവറുമായി അനുനയ നീക്കം നടത്താതെ KC വേണുഗോപാൽ. പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രാദേശിക നേതൃത്വമെന്നും കൂടിക്കാഴ്ചയ്ക്കില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KC വേണുഗോപാൽ അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. അൻവർ കോഴിക്കോട് ടൗണിൽ തുടർന്നെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതിർന്ന സംസ്ഥാന നേതാക്കളുമായി KC വേണുഗോപാൽ ഫോണിൽ ചർച്ച നടത്തി. PV അൻവറിനെ ചൊല്ലി കോൺഗ്രസിൽ ഇനിയും പൊട്ടിത്തെറി തുടരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. K സുധാകരന്റേത് വെറും പ്രതികരണമല്ല, പൊട്ടിത്തെറിയാണ്. LDF സ്ഥാനാർത്ഥിയെ ചേർത്തുള്ള സംഘടനാ പ്രവർത്തനം വെള്ളിയാഴ്ച ആരംഭിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDFന്റെ അകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പൊട്ടിത്തെറിയായിരിക്കും. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് വരാൻ പോകുന്ന സമ്മർദ്ദം, സംഘർഷം ഓരോന്നോരോന്നും പുറത്ത് വരാൻ പോവുകയാണ്. ഓരോരുത്തരുമായിട്ട് അവരുടേതായ തീക്ഷ്ണമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരാൻ പോവുകയാണ്. സുധാകരൻ പ്രതികരിക്കുന്നില്ല ഇതിന്, സുധാകരൻ പൊട്ടിത്തെറിക്കുകയല്ലേ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് UDFന്റെ അകത്ത് ഇതേപോലുള്ള പൊട്ടിത്തെറി ഇനിയും തുടർന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളിയാഴ്ചയോടുകൂടി സ്ഥാനാർത്ഥികളെ ചേർത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനം ഇതുവരെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവറിനെതിരെ നിലപാട് കടുപ്പിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. താനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിയത്. AICC പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തി. അതിനെയാണ് അൻവർ എതിർത്തത്. UDFന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഹൈക്കമാൻഡിന്റെ തീരുമാനം എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് അൻവർ മറുപടി പറയണമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി നേരിട്ട് യോഗം ചേരാൻ സാധിച്ചില്ല. ഞാനും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് AICC പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDFന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ്, UDF നേതൃത്വം ആലോചിച്ച് തന്നെയാണ്. വളരെ പക്വമായ നിലപാട് തന്നെയാണ്, ഉചിതമായ നിലപാട് തന്നെയാണ്, യുക്തമായ നിലപാട് തന്നെയാണ്. PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ UDFന് തിരിച്ചടിയാകുമെന്ന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ. അൻവറിന്റെ പിന്തുണ നിർണായകമാണ്. അൻവറിന്റെ കൈവശമുള്ള വോട്ട് ലഭിച്ചില്ലെങ്കിൽ UDFന് തിരിച്ചടിയാകും. അൻവർ UDFിലെത്തിയാൽ മുതൽക്കൂട്ടാകുമെന്നും K സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പുറകിൽ ആളുകളുണ്ട്, അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അൻവറിന്റെ കയ്യിൽ നിൽക്കുന്ന വോട്ട് UDFന് കിട്ടിയില്ലെങ്കിൽ അത് UDFന് ഒരു തിരിച്ചടിയായിരിക്കും. അല്ല, അദ്ദേഹം അത് കോൺഗ്രസിന് കൊടുക്കാൻ UDFന് കൊടുക്കാൻ തയ്യാറായാൽ അത് നമുക്കൊരു അസറ്റ് ആയിരിക്കും. അപ്പോൾ അൻവർ എൻ്റെ വ്യക്തിപരമായ ആവശ്യം അൻവറിനെ മുന്നണിക്കകത്ത് UDFിൽ കൊണ്ടുവന്ന് കൂടെ നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പേ ഉണ്ടാവണം. എങ്കിലേ നമ്മുടെ തീരുമാനത്തിന് വിലയുള്ളൂ, ഗുണമുള്ളൂ. അല്ലേ?
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മത്സരിക്കണമെന്നും വേണ്ടെന്നുമുള്ള അഭിപ്രായമാണ് ഇപ്പോഴുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളിലാണ് പാർട്ടി. 2 ദിവസത്തിനുള്ളിൽ ചേരുന്ന NDA യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് 1.5 മാസക്കാലത്തോളം അതിന്റെ വർക്കിന് പോയാൽ സമയം പോകുന്നുള്ളതുകൊണ്ട് BDJS സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ്. BDJSന്റെ ഒരു ഭാഗം ആൾ പറഞ്ഞ് മറ്റൊരു ഭാഗം ആൾ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിനുശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിനുശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി, എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. ഇല്ല, അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. കാര്യം അങ്ങനെ ഒരു പ്രഖ്യാപനമോ ഇതൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BDJS സംബന്ധിച്ച് ഞങ്ങൾ ചിന്തിച്ചത്, കാര്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളല്ല മത്സരിച്ചത്, അതിന് മുമ്പത്തെ പ്രാവശ്യം മത്സരിച്ചത്. പക്ഷേ ഇപ്രാവശ്യം മത്സരിക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചാളുകൾ പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രിപ്പറേഷൻ ആയിട്ട് നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നടക്കാൻ വേണ്ടി പോകുന്ന മത്സരം ഈ പറയുന്ന കോൺഗ്രസും LDFും UDFുമായിട്ടുള്ള ഒരു പാട്ടമലി ആയിരിക്കുമല്ലോ. ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. ഈ മാസം 13-ന് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാർലമെന്റ് പ്ലീനറി സെഷനിൽ വ്യക്തമാക്കി. മെയ് 18-ന് ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രി പരിസരത്ത് നടന്ന ആക്രമണത്തിലാണ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ പ്രതിരോധ സേന തകർത്ത തുരങ്കത്തിൽ മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ആശുപത്രിയുടെ അണ്ടർഗ്രൗണ്ട് സൗകര്യങ്ങൾ ഹമാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആശുപത്രി ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. സിൻവാറിന്റെ പിൻഗാമി റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ 1 ഡസനോളം സഹായികളും കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാർലമെന്റിൽ വ്യക്തമാക്കിയത്. ഗാസയിലെ ഹമാസ് നേതാവും 2023-ലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായിരുന്ന യഹ്യ സിൻവാറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാർ. കഴിഞ്ഞ ഒക്ടോബറിൽ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് ഹമാസ് സൈനിക വിഭാഗത്തിന്റെ ചുമതല മുഹമ്മദ് സിൻവാർ ഏറ്റെടുത്തത്. 2006-ൽ ഹമാസിന് വേണ്ടി ഇസ്രയേൽ സൈനികനായ ഗിലാദ് ഷലിദിനെ സിൻവാർ തട്ടിക്കൊണ്ടുപോയതോടെയാണ് ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. 1990-കളിൽ മുഹമ്മദ് സിൻവാറിനെ പിടികൂടി 9 മാസം ഇസ്രയേലിലും 3 വർഷം റമല്ലയിലും തടവിലിട്ടിരുന്നു. 2000-ൽ സിൻവാർ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഈ വർഷത്തെ ഹജ്ജിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖർ സൗദിയിലെത്തി. കേരളത്തിൽ നിന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PN അബ്ദുൾ ലത്തീഫ് മദനി, ഉനൈസ് പാപ്പിനിശ്ശേരി എന്നിവരാണ് ജിദ്ദയിലെത്തിയത്. സൗദി രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് ജിദ്ദയിലെത്തിയ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗദി KMCC നാഷണൽ കമ്മിറ്റി, ജിദ്ദ മക്ക സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും നിരവധി KMCC വോളണ്ടിയർമാരും ചേർന്ന് സ്വീകരിച്ചു. മെയ് 28-ന് ഡൽഹിയിലെ സൗദി എംബസിയിൽ അംബാസിഡറുടെ നേതൃത്വത്തിൽ നടന്ന ഔപചാരിക യാത്രയയപ്പ് ചടങ്ങിന് ശേഷമാണ് അവർ ജിദ്ദയിലേക്ക് യാത്ര തിരിച്ചത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് പുറമെ മക്കയിൽ വെച്ച് പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്താനും വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് അവസരം ലഭിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജിന് 50ഓളം പ്രമുഖ വ്യക്തികൾക്കും പണ്ഡിതന്മാർക്കും സൗദി ഭരണാധികാരിയുടെ പ്രത്യേക ക്ഷണമുണ്ട്. സൗദി അറേബ്യയിൽ ഹുറൂബ് ലിസ്റ്റിൽപ്പെട്ട പ്രവാസികൾക്ക് സ്പോൺസർഷിപ്പ് മാറ്റാൻ അവസരം നൽകുന്നതായി റിപ്പോർട്ട്. മെയ് 27 മുതലാണ് പുതിയ ആനുകൂല്യം നിലവിൽ വന്നത്. തൊഴിൽ സ്ഥലങ്ങളിൽ നിന്ന് അപ്രത്യക്ഷരായി എന്ന് കാണിച്ച് തൊഴിൽ ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ സിസ്റ്റങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടവർക്കാണ് പുതിയ തൊഴിലുടമകളിലേക്ക് മാറാൻ അവസരം നൽകിയിരിക്കുന്നത്. 20 ദിവസം മുമ്പ് വരെ ഈ ആനുകൂല്യം വ്യക്തിഗത വിസയിലുള്ളവർക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ ലേബർ വിസയിലുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. 6 മാസത്തേക്കാണ് ആനുകൂല്യം. പുതിയ തീരുമാനപ്രകാരം ഹുറൂബ് സ്റ്റാറ്റസ് ഉള്ളവർ പുതിയ തൊഴിലുടമയെ കണ്ടെത്തി അവരുടെ സ്പോൺസർഷിപ്പിലേക്ക് മാറുന്നതോടെ ഹുറൂബ് സ്റ്റാറ്റസ് ഇല്ലാതാവും. തൊഴിലാളിയുടെ തൊഴിൽ കരാർ ക്യാൻസൽ ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ സ്പോൺസർഷിപ്പ് മാറുകയോ ഫൈനൽ എക്സിറ്റിൽ രാജ്യം വിടുകയോ ചെയ്യണമെന്നതാണ് തൊഴിൽ നിയമം. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളായ ഏറ്റവും കുറഞ്ഞ ശമ്പളം അല്ലെങ്കിൽ സാധുവായ റെസിഡൻസി സ്റ്റാറ്റസ് എന്നിവ പാലിക്കാത്ത പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാൻ
തുടങ്ങി. ഓട്ടോമേറ്റഡ് ഡാറ്റ ഷെയറിംഗ് സംവിധാനങ്ങൾ വഴിയാണ് റദ്ദാക്കൽ. ലൈസൻസ് റദ്ദാക്കിയ ശേഷം ഡ്രൈവിംഗ് തുടരുന്നവരെ ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർമാരായി കണക്കാക്കുകയും നിയമപരമായ അതോറിറ്റികൾക്ക് കൈമാറുകയും ചെയ്യുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സാധുത കുവൈറ്റ് മൊബൈൽ ID വഴിയോ സഹേൽ ആപ്പ് വഴിയോ പതിവായി പരിശോധിക്കാൻ അധികൃതർ പ്രവാസികളോട് നിർദ്ദേശിച്ചു. മൊബൈൽ ID വഴി ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റാറ്റസ് ഇടയ്ക്ക് പരിശോധിക്കണമെന്നും ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ അനധികൃതമായി ഹോമിയോ ചികിത്സ നടത്തിയ ഡോക്ടർമാരായ ദമ്പതികൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പിടിയിലായി. അബ്ബാസിയയിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപത്തെ കെട്ടിടത്തിൽ അനധികൃതമായി നടത്തിവന്നിരുന്ന ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സാ കേന്ദ്രത്തിലെത്തിയാണ് രഹസ്യാന്വേഷണ വിഭാഗം ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മലയാളിയായ ഇവർ വർഷങ്ങളായി ഇതേ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു. ഇവിടെയാണ് ഇവർ രോഗികളെ ചികിത്സിച്ചിരുന്നത്. നിലവിൽ ഇവർ സാൽമിയയിലെ താമസമെങ്കിലും അബ്ബാസിയയിലെ ഫ്ളാറ്റ് നിലനിർത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ആഴ്ചയിൽ 3 ദിവസം രോഗികളെ ചികിത്സിക്കുകയായിരുന്നു. ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് നിരവധി ഹോമിയോ മരുന്ന് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. കുവൈറ്റിൽ ഹോമിയോ മരുന്നുകൾക്കും ചികിത്സയ്ക്കും ആരോഗ്യ മന്ത്രാലയം ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഹോമിയോ ചികിത്സ ഗുരുതര കുറ്റകൃത്യമാകുന്നത്. കുവൈറ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നടക്കുന്ന അഴിമതി അവസാനിപ്പിക്കാൻ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് നേരിട്ടിടപെടുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ജമിയകളിലെ യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ 2 പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജമിയകളിൽ നടക്കുന്ന അഴിമതി തടയാൻ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് നേരിട്ടിടപെടുന്നത്. ചില പ്രമുഖ കമ്പനികൾക്കും അഴിമതിയിൽ പങ്കുള്ളതായും അറസ്റ്റിലായവരിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സഹകരണ യൂണിയനിലെ ഉദ്യോഗസ്ഥർ ചില കമ്പനികളുമായി ചേർന്ന് നടത്തുന്ന വൻ അഴിമതിയുടെ വിവരങ്ങളും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ടവരും ദിവസങ്ങളിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അറസ്റ്റിലാകുമെന്നാണ് സൂചന. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാമത് ചരമദിനം ആചരിച്ചു. ഫിറോസ് പോരൂർ അധ്യക്ഷത വഹിച്ചു. ഇസ്മയിൽ കുരിപ്പോയിൽ, കമാൽ കളപ്പാടൻ, ഫൈസൽ മക്കരപ്പറമ്പ എന്നിവർ സംസാരിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ അവതരിപ്പിച്ചതും യാഥാർത്ഥ്യമാക്കിയതുമെന്നും സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ അബ്ദുൽ കരീം പനങ്ങാങ്ങരയ്ക്ക് യാത്രയയപ്പ് നൽകി. അബ്ദുൽ കരീം കമ്മിറ്റിയുടെ സ്നേഹോപഹാരം നൽകി. പത്തനംതിട്ട ജില്ലാ സംഗമം ജിദ്ദയുടെ 16ാമത് വാർഷിക ആഘോഷം അമൃതോത്സവം 2025 എന്ന പേരിൽ മെയ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മുതൽ തഹ്ലിയ റോഡിലുള്ള ലയാലി അൽനൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മുഖ്യാതിഥിയായിരിക്കും. PJS ലേഡീസ് വിംഗ് ടീം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, വിവിധ അക്കാദമികൾ അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ തീം ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, ഒപ്പന, ഇൻട്രൊഡക്ഷൻ ഡാൻസ്, PJS ഡ്രാമ ടീം അവതരിപ്പിക്കുന്ന ആകർഷകമായ നൃത്ത സംഗീത നാടകം, കഥാനായകൻ എന്നിവ പ്രോഗ്രാമിന്റെ ഭാഗമായി അരങ്ങേറും. പരിപാടിയിൽ അവാർഡ് വിതരണവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്ന ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാടും നയങ്ങളും വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘം സൗദി അറേബ്യയിലെത്തി. BJP MP ബൈജന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന സംഘം ചൊവ്വാഴ്ച രാത്രി റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങി. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നിഷികാന്ത് ദുബെ MP, രാജ്യസഭാ അംഗങ്ങളായ ഫാങ്നോൺ കൊന്യാക് MP, രേഖ ശർമ്മ MP തുടങ്ങിയവരാണ് സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. വിമാനത്താവളത്തിൽ സൗദി ഷൂറ കൗൺസിലിലെ സൗദി ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് കമ്മിറ്റി ചെയർമാൻ മേജർ ജനറൽ അബ്ദുൾ റഹ്മാൻ അൽ ഹർബി സംഘത്തെ വരവേറ്റു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ അബു മാത്തൻ ജോർജും സ്വീകരിക്കാനെത്തി. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി റിയാദിൽ സൗദി രാഷ്ട്രീയ നേതൃത്വങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ചിന്തകരും ബിസിനസ് മാധ്യമ പ്രതിനിധികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ സംസ്ഥാനം കേന്ദ്രത്തിന്റെ അനുമതി തേടുന്നു. നിയമനിർമ്മാണത്തിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. നിലമ്പൂർ പ്രചാരണ വേളയിൽ വന്യജീവി ആക്രമണത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുമ്പോഴാണ് നിർണായക തീരുമാനം.
കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും മലയോര മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിലാണ് നിയമനിർമ്മാണത്തിലൂടെ പരിഹാരം തേടാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അപകടകാരികളായ കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലാൻ മാത്രമാണ് അനുവാദമുള്ളത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായ നിയമം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും കൈമാറി സംസ്ഥാനം ഉത്തരവിറക്കിയിരുന്നു. ഇതേ രീതിയിൽ അപകടകാരികളായ എല്ലാ മൃഗങ്ങളെയും കൊല്ലാനുള്ള അനുമതിയാണ് സംസ്ഥാനം കേന്ദ്രത്തോട് തേടുന്നത്. ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ വനം വകുപ്പ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചൂടേറിയ പ്രചാരണ വിഷയമാകുന്നത് വന്യജീവി ആക്രമണം തന്നെയാണ്. അത് മുൻകൂട്ടി കണ്ടാണ് അതിവേഗത്തിൽ മന്ത്രിസഭായോഗം കേന്ദ്രാനുമതിക്കായി നീക്കം നടത്തുന്നത്. മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരിതത്തിന് സർക്കാർ ചെയ്യേണ്ടതൊക്കെ ചെയ്തുവെന്നും കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഇതിലൂടെ ഉയർത്തിക്കാട്ടാനാകും. അതേസമയം വന്യജീവികളെ കൊല്ലാനുള്ള കേരളത്തിന്റെ അപേക്ഷ കേന്ദ്രം അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികളുടെ തുടർ പഠനം തടഞ്ഞ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. പ്രതികളായ 19 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേരള വെറ്റിനറി സർവകലാശാലയുടെ നടപടിയാണ് ഹൈക്കോടതി ശരിവെച്ചത്. സിദ്ധാർത്ഥന്റെ മാതാവിന്റെ ഹർജിയിലാണ് ഉത്തരവ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായവരുടെ തുടർ പഠനമാണ് ഹൈക്കോടതി തടഞ്ഞത്. 3 വർഷത്തേക്ക് ഇവർക്ക് ഒരു ക്യാമ്പസിലും പ്രവേശനം നേടാനാവില്ല. സിദ്ധാർത്ഥന്റെ മാതാവ് MR ഷീബ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ഉത്തരവ്. 2024 ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചത്. ആത്മഹത്യ എന്ന രീതിയിൽ അന്വേഷണം ആരംഭിച്ച കേസിൽ പിന്നീടാണ് വഴിത്തിരിവുണ്ടായത്. സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരപീഡനത്തിനിരയായ സിദ്ധാർത്ഥൻ സഹികെട്ടാണ് മരണപ്പെട്ടതെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. കുറ്റാരോപിതരായ 19 വിദ്യാർത്ഥികളെയും സർവകലാശാല തുടർ പഠനത്തിൽ നിന്നും വിലക്കി. സിംഗിൾ ബെഞ്ച് ഈ തീരുമാനം റദ്ദാക്കിയെങ്കിലും സിദ്ധാർത്ഥന്റെ മാതാവിന്റെ അപ്പീൽ ഹർജിയിൽ ഡിവിഷൻ ബെഞ്ച് ഇവരുടെ തുടർ പഠനം തടയുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടത്തിൽ കേസെടുക്കാൻ സർക്കാർ നീക്കം. ഇക്കാര്യത്തിൽ AGയോട് നിയമോപദേശം തേടി. കപ്പൽ കമ്പനിയെയും ക്യാപ്റ്റനെയും പ്രതി ചേർക്കാനാണ് ആലോചന. അതേസമയം തെറ്റായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കടൽ മത്സ്യം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. തീരത്തടിഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാൻ സന്നദ്ധ സംഘടനകളെ സർക്കാർ നിയോഗിച്ചു. മെയ് 24-നാണ് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ കണ്ടെയ്നർ കപ്പൽ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. 643 കണ്ടെയ്നറുകൾ MSC എൽസാത്രി എന്ന കപ്പലിലുണ്ടായിരുന്നു. ഇതുവരെ ഏകദേശം 46 കണ്ടെയ്നറുകൾ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരങ്ങളിലായി അടിഞ്ഞിട്ടുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. AGയോട് നിയമോപദേശം തേടിയിട്ടുണ്ട്. ക്രിമിനൽ, സിവിൽ നടപടിക്കുള്ള സാധ്യതയാണ് സർക്കാർ തേടുന്നത്. കപ്പൽ കമ്പനി, ക്യാപ്റ്റൻ, എഞ്ചിനീയർ തുടങ്ങിയ അധികൃതർക്കെതിരെയാണ് നിയമ നടപടി ആലോചിക്കുന്നത്. അപകടത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉയരുന്നതിനാൽ കപ്പൽ മുങ്ങാനുള്ള സാഹചര്യവും പരിശോധിക്കും. ഇതിനിടെ അപകടകരമായ വസ്തുക്കൾ കടലിൽ പതിച്ചിരിക്കാമെന്ന ആശങ്ക ഉയരുമ്പോൾ ഇതുവരെ അത്തരം കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നു. തെറ്റായ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും കടൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനിടെ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് പൂർണ്ണമായും മത്സ്യബന്ധനം ഒഴിവാക്കിയിട്ടുണ്ട്. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ നീക്കം ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന അപകടകരമായ കണ്ടെയ്നറുകളിൽ 5 എണ്ണം കടലിൽ വീണു കിടക്കുകയാണെന്നും തീരത്തെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥൻ പറഞ്ഞു. അവ സുരക്ഷിതമായി വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജൂലൈ 3-നകം ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഉന്നതരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. നിലവിൽ കടലിലുള്ള 5 കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് ആശങ്കയുള്ളത്. ഇത് കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ സ്കാനിംഗ് പരിശോധന നടത്തുന്നുണ്ട്. മൾട്ടി ബീം സ്കാനർ മെഷീൻ ഹാസ് ബീൻ ഡിപ്ലോയ്ഡ് ഓൺ എ ടഗ് ആസ് വാസ് അപ്രൈസ്ഡ് ബൈ ക്യാപ്റ്റൻ ആസാദ്. ദിസ് വിൽ സ്കാൻ ദ സീ ബെഡ്
First priority will be the wreck. Thereafter, wherever we have got isolated containers sunk to the seabeds, their geopositional locations will be noted and they will be recovered subsequently. ഇതുവരെ അടിഞ്ഞ കണ്ടെയ്നറുകൾ കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളല്ല. Only out of 13, only 5 DG containers are on deck. Remaining are in the cargo hold of the ship. So that cannot come out. That will come out along with the ship whenever we are lifting. So out of 13, only 5 are on deck, which has fallen in water. And whatever containers so far landed ashore, none of them are this dangerous container. So whatever came to the coast is mostly empty containers. കപ്പൽ മുങ്ങിയ സംഭവം ഒറ്റപ്പെട്ടതാണെന്നും കാരണം വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. Our preliminary inference is that it is connected with some kind of mechanical failure in the ballast management system, because it is to avoid the rolling and pitching, the heeling possibilities of the vessel. There are some technical failures in that part. That is what our preliminary assessment. We have no evidence of any other reason, including any breach of hull or damage to the hull as of now. But the investigation is processed and it will take little more time. പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ MSCയുടെയും T&D സാൽവേജിൻ്റെയും പ്രതിനിധികൾ തുടരുകയാണ്. പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാൻ മുങ്ങിയ കപ്പലിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ഇന്ധനം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഏജൻസികൾ നടത്തുന്നത്. ആകെ 50 കണ്ടെയ്നറുകൾ ഇപ്പോൾ തീരെ തടഞ്ഞിട്ടുണ്ട്. കപ്പൽ 50 അടി താഴ്ചയിലാണ് ഇപ്പോഴുള്ളത്. മുങ്ങിയ കപ്പൽ എല്ലാ രാജ്യാന്തര മാനദണ്ഡങ്ങളും അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും പഴക്കം അപകടത്തിന് കാരണമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ഇവർ പറഞ്ഞു. അപകടകരമായ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉണ്ടെന്നുള്ള പ്രചരണങ്ങൾ അവാസ്തവമാണെന്നും DG ഷിപ്പിംഗ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. മികവിന്റെ കേന്ദ്രമായി അമൃത IAS അക്കാദമി. 41 വിദ്യാർത്ഥികളാണ് രാജ്യത്തെ ഏറ്റവും വലിയ മത്സര പരീക്ഷയിൽ മികവ് തെളിയിച്ചത്. തിരുവനന്തപുരം വഴുതക്കാടുള്ള അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. പരിപാടി ജില്ലാ കളക്ടർ അനുകുമാരി IAS ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസസ്, ഫോറസ്റ്റ് സർവീസസ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. അമൃത IAS അക്കാദമിയിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി IAS ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അക്കാദമി ഡയറക്ടർ ജയകുമാർ മേനോൻ, പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, TP സീതാറാം IFS, A ഹേമചന്ദ്രൻ IPS, മോഹൻ മേനോൻ IRPS എന്നിവരും പങ്കെടുത്തു. അമൃത അക്കാദമിയിൽ നിന്ന് 41 പേരാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നും വിജയം നേടിയത്. അതിൽ 3 പേർ PCM ബാച്ചിലെ വിദ്യാർത്ഥികളാണ്. IFOS കേരള ടോപ്പറായി രോഹിത് ജയരാജ് 14ാം റാങ്കും അക്ഷയ് ദിലീപ് 246ാം റാങ്കും, മെയിൻസ് എഴുത്തു പരീക്ഷാ വിദ്യാർത്ഥി കൃഷ്ണ C 131ാം റാങ്കും നേടി. അന്ന് ഫസ്റ്റ് ഇന്റർവ്യൂ ഞാൻ വളരെ മോശമായിട്ട്, ഒരു കുളമായി എന്ന് വേണമെങ്കിൽ പറയാം, ദുരന്തമായിരുന്നു. സോ അന്ന് എന്നോട് പലരും പറഞ്ഞൊരു ഇൻപുട്ടാണ് ആക്ച്വലി പിന്നീട് എനിക്ക് ഇന്റർവ്യൂ നന്നാക്കാൻ പറ്റിയത്. കളക്ടർ അനുകുമാരി IAS വിജയികൾക്ക് ആശംസകൾ നേർന്നു. For public service, for social service. So I can assure you, I can guarantee you that every day spent into the service is going to give you those moments, those opportunities, which if you take, you will definitely feel an immense amount of satisfaction. ഇന്റർവ്യൂ ബോർഡിനെ സധൈര്യം നേരിടാൻ അമൃത IAS അക്കാദമിയിലെ പരിശീലനം സഹായിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് തന്നൊരു അഭിപ്രായമായിരുന്നു സ്റ്റോപ്പ് ഡിബേറ്റിംഗ്, തിങ്ക് ഫസ്റ്റ് ആൻഡ് ടോക്ക് ലേറ്റർ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഞാൻ തോന്നുന്നു അതൊരു ലാസ്റ്റ് വീക്കിലാണ് ഇവിടെ ഇന്റർവ്യൂ കൊടുത്തത്. അപ്പോൾ ആ ഒരു അഡ്വൈസ് എൻ്റെ റിയൽ ഇന്റർവ്യൂവിനെ എക്കോ ചെയ്തിരിക്കുകയായിരുന്നു, തിങ്ക് ഫസ്റ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു അത്രയും വാല്യുബിൾ ഇൻപുട്ട് തന്നെയാണ് ഇന്റർവ്യൂവിന് ഒരു നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റിയതും ഇന്റർവ്യൂ സ്കോർ കൊണ്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ നേടാൻ സാധിച്ചത്. ചിട്ടയായ പരിശീലനത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയാണ് അമൃത IAS അക്കാദമി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ജിദ്ദ നവോദയ ഷറഫിയ സംഘടിപ്പിച്ച സോക്കർ ഫെസ്റ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പ്രൗഢോജ്വലമായ സമാപനം. ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിൽ നടന്ന സീനിയർ ഫൈനൽ മത്സരത്തിൽ സമ യുണൈറ്റഡ് ഇത്തിഹാദ് FC 1-2 ഗോളുകൾക്ക് റീം FC യാംബുവിനെ പരാജയപ്പെടുത്തി. വെറ്ററൻസ് വിഭാഗത്തിൽ ഫൈനൽ മത്സരത്തിൽ സോക്കർ FC എതിരില്ലാത്ത 1 ഗോളിന് ഏഷ്യൻ ടൈസ് സോക്കർ ഫ്രണ്ട്സിനെയും പരാജയപ്പെടുത്തി വിജയികളായി. സമാപന ഉദ്ഘാടന ചടങ്ങ് ഫൈസൽ കോടശ്ശേരിയുടെ അധ്യക്ഷതയിൽ ഷിബു തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു. കിസ്മത്ത് മമ്പാട്, ബേബി നീലാംബ്രെ, നിഷാദ് വെളിയങ്കോട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. IPL ആദ്യ ക്വാളിഫയർ നാളെ. മത്സരത്തിൽ പഞ്ചാബ് കിങ്സും ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ പഞ്ചാബിലെ മുല്ലൻപൂരിലാണ് മത്സരം. ആദ്യ കിരീടം എന്ന സ്വപ്നം വെച്ചാണ് ഇരു ടീമുകളും ക്വാളിഫയറിന് ഇറങ്ങുക. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.